ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 30 വർഷമായി താമസിക്കുന്നവർക്ക് വീട്ടു നമ്പറില്ല. ദുരിതത്തിലായി മിനി കോളനിയിലെ 90ഓളം കുടുംബങ്ങൾ. കഴിഞ്ഞ 30 വർഷമായി താമസിക്കുന്ന വീടിന് നമ്പറില്ലാത്ത അവസ്ഥയിലാണ് ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ ബട്ടം മിനി കോളനിയിലെ 90ഓളം കുടുംബങ്ങൾ. 50 വർഷം മുമ്പ് ഇവർ ഷീറ്റ് മേഞ്ഞ പുരയിലാണ് താമസിച്ചത്. 30 വർഷമായി ഇവർ താമസിക്കുന്നത് ഓടുമേഞ്ഞതും മറ്റുമായ പുരകളിലാണ്. റേഷൻ കാർഡും വൈദ്യുതി കണക്ഷനും ഒക്കെ ഉണ്ട്. റേഷൻ കാർഡിൽ വീട്ടു നമ്പറുമുണ്ട്. എന്നാൽ നഗരസഭാ ഓഫീസിൽ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീടോ മിനി കോളനി എന്ന പേരോ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ചിലർക്ക് വീട്ടു നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പാണ് ഇവർക്ക് ഭൂമിക്ക് പട്ടയം ലഭിച്ചത്. ഭൂമി സ്വന്തമായുണ്ടെങ്കിലും ഭൂമിയിലിരിക്കുന്ന വീടിന് നമ്പറില്ലാത്തത് ഇവരെ കുഴക്കുകയാണ്. പലരുടെയും വീട് ശോചനീയാവസ്ഥയിലാണ്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ പണം വേണം. ഫിഷറീസ് വകുപ്പിൽ നിന്ന് 75,000 രൂപ ലഭിക്കുമെങ്കിലും വീട്ടു നമ്പർ വേണം. ഇതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭാ സോണൽ ഓഫീസിലെത്തി ഇവർ അന്വേഷണം നടത്തിയത്. എന്നാൽ ഇങ്ങനെ ഒരു നമ്പറോ ഇങ്ങനെ ഒരു സ്ഥലമോ ഇല്ലെന്നുള്ള മറുപടിയാണ് അത്രേ ഇവർക്ക് ലഭിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് ഇവിടുത്തെ പാവം മത്സ്യത്തൊഴിലാളികൾ. രോഗികളും വയോധികരുമായിട്ടുള്ള നിരവധി പേരാണ് ഇവിടുത്തെ കുടുംബങ്ങളിലുള്ളത്. പലരുടെയും വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സഹായം ലഭ്യമാകണം. സഹായം ലഭ്യമാകണമെങ്കിൽ വീട്ടു നമ്പർ വേണം. അടിയന്തരമായി വീട്ടു നമ്പർ ഇടുവാൻ വേണ്ട സഹായങ്ങൾ നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ബഹിഷ്കരണം നടത്തുമെന്നും പറയുന്നു. എന്തായാലും തങ്ങൾക്ക് വീട്ടു നമ്പർ വേണമെന്ന ആവശ്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. പ്രാവശ്യത്തെ 2 വോട്ടും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളൊന്നും ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ വോട്ടൊന്നും ചെയ്യുന്നില്ല. കോർപ്പറേഷൻ ഓഫീസിൽ പോയി ഞങ്ങൾ ധർണ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള കാര്യം ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോണേണ്. ഇപ്പൊ ഞങ്ങൾ വക്കീലിനെ കണ്ടിട്ടുണ്ട്. വക്കീലിനോട് ഇനി എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ട പ്രവർത്തനം എന്ന് വെച്ചാൽ അത് ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോണേ. ഇപ്പൊ ഞങ്ങൾ കുടിയുടെ സർട്ടിഫിക്കറ്റും മറ്റേ പേപ്പർ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കണേണ്. അതിന് ചെയ്യാനുള്ള വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.